നമുക്കൊരു കുടുംബവഴക്ക് സോൾവ് ചെയ്താലും എന്ത് ഇതൊന്ന് കഥയുള്ളത് ജീവിതത്തിലെ ആളാണ് ഞാന്. അതിപ്പോ ഒരു അബ്യൂസ് ആയിട്ടാ കണക്കാക്കണം. ഇവൻ HFP കളിച്ചവനാണ് ഇവൻ. മോമി നിനക്ക് എന്ത് പറ്റാ? നീല എല്ലാരും പറഞ്ഞിട്ട് ഗേറ്റ് ഇറക്കി വിടുന്നത്. ഹലോ വരുമോ? എന്തോ കേട്ടില്ല. ഇന്നലെ ഞാൻ വന്നിട്ടായിരുന്നു മീനാറ്റോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. ബൊറോന്റെ അടുത്ത് അവർ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇവര് ഇന്നലെ ഞാൻ ആ ദിവസം പറയേണ്ടുന്നത് അത് ഓസിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടിരുന്നത്. GNR എന്ന് പറഞ്ഞ ഗ്യാങ്ങില്ലേ, ഇവര് HFന്റെ സബ് ഗ്യാങ് ആണ്. ഇവരുടെ ആൾക്കാര് ഫയലിട്ടൊന്ന് കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളോട് കഴിച്ചു തരാനുള്ള കാരണം ഉണ്ടായിരുന്നത്. അത് ഇന്നലെ ഞാൻ പറയേണ്ടിരുന്നത് ആ റീസൺ പുറത്തുകാരിയായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടാ? ഇന്നലെ പറഞ്ഞായിരുന്നു HFലെ ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് അവരുടെ കൂടെ. HFലെ പകുതി വരുമ്പോ കേൾക്കുന്നത് GNRലാണ്. അവര് ഫയലിട്ടൊന്ന് കളിച്ച ക്രെഡിറ്റിനാണ് നിങ്ങളുടെ പെട്രോൾ പമ്പ് അവര് 1200 കോടി വരെ ആക്കിയത്. വേറെ ആരും സിറ്റിയിൽ 1000 കോടിക്കൊന്നും പെട്രോൾ പമ്പ് വാങ്ങിക്കില്ല. അതാണ് ഞാൻ ഇന്നലെ വന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ചത്. ആണ് ഞാൻ പോയത്. ബ്രോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞ ഈ GNR എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് അല്ല. അത് നിങ്ങളെ കുറിച്ച് അതല്ല ഞാൻ പറയണത്. ഞാൻ ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ അവർ അമ്പി കളിച്ചിട്ട് പറയണ്ടായിരുന്നോ HFത്തെ ആൾക്കാർ ചെയ്തിരുന്നു. ആ വന്ന് പറഞ്ഞവരില്ലേ, അവന്മാര് HFത്തെ പ്ലേയേഴ്സ് ആണ്. പറഞ്ഞത് എന്തൊക്കെ HFത്തെ പ്ലേയേഴ്സ് ആണ്. നിങ്ങളെ കുറിച്ച് ഓസിയൊക്കെ പറഞ്ഞില്ലേ പുറത്തെ കാര്യങ്ങള്, ഇറങ്ങിപ്പോയ കാര്യങ്ങള്, ആ വന്ന് പറഞ്ഞവരാണ് നിങ്ങളുടെ ഈ GNR. നിങ്ങൾക്കാണെങ്കിൽ എവിടെ ചെക്ക് ചെയ്യാം. ആരാണ് ഇവിടെ വന്നെന്ന് പറഞ്ഞത്? HFS ഉള്ളവര് വന്നിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു. ഇവന്മാര് തന്നെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വന്ന് നിങ്ങളുടെ പറഞ്ഞത്. എന്നിട്ട് ഈ പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ട് ഇവന്മാര് ഈ VC-യിൽ ഇരുന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു പറയണത്. അത് പറയാനാണ് ഞാൻ ഇന്നലെ വന്നത്. അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ബ്രോ സംസാരിച്ചു കഴിഞ്ഞപ്പോ ലാസ്റ്റ് രാത്രിയിൽ അവര് വന്ന് സംസാരിച്ച് നമ്മുടെ അടുത്ത്. അവരെന്താ പറയണ്ടല്ലേ? പക്ഷെ ഇവന്മാര് ഈ HFന്റെ സബ് ഗ്യാങ് ആണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് HF ആണ്. HFന്റെ സബ് ഗ്യാങ് ആണ് അത്. HFന്റെ സബ് ഗ്യാങ് ആണ്. പിന്നെ അവര് കളിക്കണം നോക്കി HFന്റെ ഇത് കേട്ടിട്ടാണ്. മറ്റേ അപ്പാപ്പൻ അവിടത്തെ ഈ അബി എന്നൊക്കെ പറഞ്ഞ ആളില്ലേ, അവരൊക്കെയാണ് ഇവരുടെ മെയിൻ. അതാണ് ഇവരുടെ മാനേജ്മെന്റ്. അവരുടെ ആൾക്കാരാണ് ഇന്നലെ വന്ന് നിങ്ങളുടെ തമ്പി കളിക്കണത്. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് കാര്യം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വെച്ചു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പൊ അന്ന് നിന്നവര് ആ റേഡിയോയിൽ നിങ്ങളുടെ എന്തോ വേർഡ് മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇവരുടെ ആൾക്കാർ തന്നെയാ. അത് HF നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞവന്മാര് HF ആണ്. ഈ ജയിൽ ചാർലി നിന്റെ ഫ്രണ്ട് ആണോ? അല്ല, ഞാൻ GNRൽ മാത്രം. ഞാൻ ഇന്നാള് ഗ്യാങ് കയറിയിട്ടുള്ളൂ. ഞാൻ വേറൊരു ഗ്യാങ്ങിൽ ഉണ്ടായിട്ടില്ല. ചാർലി എനിക്ക് അറിയുപോലില്ല. ഈ ചാർലി എന്ന് പറഞ്ഞത് ഇന്നലെ വാളയാറിനൊക്കെ വന്ന് പറഞ്ഞവരില്ലേ, അവനൊക്കെ ഈ HF ഉണ്ടായിരുന്നതാ. നിങ്ങളെ കുറിച്ച് ഒരു ഫാമിലിയിലില്ല, TP-ലായിരുന്നു അവിടെ ഇറക്കി വിട്ടോളൂ. എടാ ഇന്നലെ അറിഞ്ഞൊരു കാര്യം എന്താന്ന് പറയട്ടെ, ഈ നമ്മളെ റാവുത്തറിനെ ഒരു ദിവസം ചന്ദ്രൻ വിളിച്ച് പാട്ട് പാടി ഓർമ്മയുണ്ടോ? സ്നേഹയുടെ പേര് ഒസിൽ ഡ്രാഗ് ചെയ്ത് അത് ചെയ്തത് സത്യം പറഞ്ഞ ഇവനാണെന്നാ പറയണ, ഈ ജയിൽ ചാർലി. അത് റാവുത്തർ ഏറ്റെടുത്തതാണെന്ന്. ഈ ജയിൽ ചാർജ് ഒക്കെ ഇവരുടെ ആൾക്കാർ തന്നെ. ഇവന്മാർക്കെതിരെ ഞാൻ ബാൻ വലിക്കട്ടെ പറഞ്ഞിട്ട് ഇതില് വാളയാർന്നോട് അവരൊന്ന് ബാൻ വലിക്കേണ്ട, അവൻ ഫണ്ണായിട്ട് സിറ്റുവേഷൻ ചെയ്യണേന്ന് അവരുടെ സബ് ഈ HF എന്ന് പറഞ്ഞ പ്ലേസില്ലേ, അവരുടെ പകുതി വരുമ്പോ കയറിയേക്കുന്നത് GNR എന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാര്യം എന്താന്ന്. അവന്മാരാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്ന് നല്ലപോലെ ചമ്മണത്. ഫുൾ ട്വിസ്റ്റ് അല്ലേ? എല്ലാം ട്വിസ്റ്റാണ് മൊത്തത്തിൽ. നിങ്ങൾക്ക് ഇത്ര ആലോചിച്ചാൽ മതി. സിറ്റിയിൽ വേറെ ആരും 1000 കോടിക്ക് ഈ പെട്രോൾ പമ്പൊക്കെ വിളിക്കുമോന്ന്? വേറെ ആരും ലാഭം നോക്കാണ്ട് വിളിക്കുമോ? എടാ നീ പറഞ്ഞ എന്തൊക്കെയോ പ്രൂഫ് നമുക്ക് കൊണ്ട് കാണിച്ചായിരുന്നു. നിനക്ക് എന്തെങ്കിലും പ്രൂഫ് കാണിക്കണ്ടോ?
എന്ത് നമ്മൾ proof DNR കാണിച്ചതെന്ന് ഉള്ളവർ പറയോ? വിളിക്കാറുണ്ട് നമുക്ക് ഇവന്റെ അടുത്ത് നമുക്ക് എന്തായാലും ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല എന്ത് proof കാണിച്ചതെന്ന് എന്താടാ പറയോ? കേക്കില്ല DNR ഉള്ളവരെ വിളിക്കാൻ ഇവനടുത്ത് സംസാരിക്കട്ടെ വാറിലാണ് വാറിലാണ് എന്ത് പ്രൂഫ് കാണിച്ചതെന്ന് പറയോ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്കൊരു കുടുംബവഴക്ക് സോൾവ് ചെയ്താലും എന്ത് GNR-ൽ ഒരുത്തരെ വിളി ബ്രോ ഞാൻ ഇത്രയും പറയാനുള്ളൂ. അന്ന് പെട്രോൾ പമ്പ് നിങ്ങൾ എത്ര നോക്കിയിട്ട് വിളിച്ചതാണ്. നമുക്ക് GNR-ലുള്ള ഒരാളെ കൂടെ വിളിക്കാൻ എന്നിട്ട് നമുക്ക് അത് അങ്ങനെയൊക്കെ തീർക്കാം. ആ, തീർക്കാം. ഓക്കെ എടാ നിന്നെ കൊണ്ടുപോകും നമ്മളില്ലാത്ത സമയത്ത് സത്യം ഇവൻ ഹോസ്റ്റ് ചെയ്യണം നാളെ ഉച്ചയ്ക്ക് ആകുമ്പോ ഹോസ്റ്റ് ചെയ്യാന്നും പറഞ്ഞു എടി ഇതൊക്കെ ഒളിച്ചും മാത്രല്ല അങ്ങനെ നിന്നെ കൊണ്ടുപോയി എടാ ഒരു റേഡിയോ പറഞ്ഞേടാ കണക്ട് ചെയ്യാൻ പറഞ്ഞ പറ്റിയേ 60 ബ്രോ ഇത്ര ആലോചിച്ചോ, ഇന്ത്യയിൽ വേറെ ആര് 1000 കോടിക്ക് വരെ പെട്രോൾ പമ്പ് വിളിക്കില്ല. അത് വിളിച്ചത് നിങ്ങളെ കാശ് കളയാൻ വേണ്ടിട്ടാണ്. അത് കൃത്യം നിങ്ങളെ കാശ് നോക്കിയിട്ടാണ്. 500 കോടി നിങ്ങളെ ആലോചിച്ചോ, സിറ്റിയിൽ വേറെ 1000 കോടി അതൊന്നും വിളിച്ചിട്ടില്ലേ? അത് ചെയ്യാൻ ആൾക്കാരാണ്. അത് എവിടെയാണ് ചെക്ക് ചെയ്യാം. ആൾക്കാരാണ് നിങ്ങളെ പെട്രോൾ പമ്പ് വിളിച്ചത്. പറയുന്നത് വെച്ച് നോക്കുമ്പോ കാണിപ്പയ്യോട് വിളിക്കേണ്ടി വരും കബഡി വെച്ചൊന്നും ലാഭം നോക്കിയാ വിളിക്കുക. ബ്രോ ഞങ്ങളത് ലാഭം നോക്കിയത് വിളിച്ചതല്ല, നമുക്കറിയാം അതിൽ നിന്നൊന്നും വിട്ട് കിട്ടാൻ പോണില്ലെന്ന്. ഇവരെന്ത് നിങ്ങളുടെ കയ്യിൽ കൃത്യം എത്ര കാശുണ്ടെന്ന് നോക്കി മെറ്റടിച്ച് വിളിച്ചതാണത്. ഞാൻ പറഞ്ഞത് 500 കോടി മറിക്കാനുണ്ട് അതിന്ന് ഇട്ടായിരുന്നേ. നിങ്ങള് ഇത്ര ആലോചിച്ചാൽ മതി. വേറെ സിറ്റിയിൽ 1000 കോടി GNR ഒരാള്. ഹലോ ബ്രോ, ഹലോ ബ്രോ, GNR-ന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള രണ്ടുപേരും ഒന്ന് ടിവിയുടെ ഗ്യാങ് ഹൗസിലോട്ടൊന്ന് വരുമോ? ഇതാര് സുന്ദരനെ സൗണ്ട് കേൾക്കുന്നില്ല. എന്നാ ബ്രോ ഒന്ന് വരാവോ ഒന്ന് ഗ്യാങ് ഹൗസിലോട്ട്? പ്രശ്നം സോൾവ് ചെയ്യാൻ ഇപ്പൊ ബാബു എത്തു കേട്ടാ. അകത്തും കൊറേ പ്രശ്നം, പുറത്തും കൊറേ പ്രശ്നം. എന്നെ കൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് 2026. ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ സ്വപ്നം കണ്ടാണ് ഞാൻ ഈ വർഷം. പരിചയപ്പെടാൻ വന്നേ ഞങ്ങള്. നാട്ടുകാരാ നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, അപ്പൊ പരിചയപ്പെടാൻ ഹലോ അളിയ വായോ, നമ്മള് നാട്ടുകാരല്ലേ, അപ്പൊ നമുക്ക് ഹലോ കേറി വരാനൊന്നും പറ്റൂല. ഇതാരാ? അയ്യോ അങ്ങനെയല്ല, അണ്ണാ നിങ്ങൾ കാണാൻ വന്നേ അണ്ണാ. അങ്ങനെ ഓക്കെ അല്ല. ഞാൻ നോക്കിയപ്പോ നീ എല്ലാരും വെളിയിൽ നിന്ന് വിളിക്കുന്നുണ്ടാ, വാടാ കേറി ഓടി വാന്നൊക്കെ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഓടി കയറി വരാൻ പറ്റിയ സ്ഥലമല്ലേ അണ്ണ ഇത്? രക്ഷിക്ക് അതല്ല അണ്ണ എന്താണ് ഒരു സ്നേഹം ഇല്ലാത്ത പോലെ നമ്മുടെ നാടിന്റെ രക്ഷകനാ പാവപ്പെട്ടവർ ഓടി വന്ന് കേറാൻ. അണ്ണ ഒരു ഉമ്മ വരട്ടെ അണ്ണ. ബാബാ ചായ കുടിക്കാൻ പോവാം, ബാബാ ചായ കുടിക്കാൻ ആരാന്ന് ആർക്കറിയാം. ഹലോ നിങ്ങളെത്തില്ല. വാ എടാ മറ്റവനെ ഒന്ന് വിളിച്ചോണ്ട് അകത്തോട്ട് വരുവാടാ. ഞാൻ നാടിന്റെ രക്ഷകനായി മാറിയോട്ടാ. നന്മമരം രക്ഷകൻ ബാബുത്തി ബാബു. പ്രശ്നം നടക്കാൻ പോണേ. മറ്റവനെ ഒന്ന് വിളിച്ചോണ്ട് വരുവാടാ അകത്തോട്ടോ, മീറ്റിംഗ് റൂമിലോട്ടോ. ഇതൊന്നും കഥയുള്ളത് ജീവിതത്തിലെ ആളാണ് ഞാന്.
ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. ബ്രോ അകത്തോട്ടിരുന്നോ ബ്രോ, ഞങ്ങൾ ബാബു ഒന്ന് വന്നേടാ. ആ മള്ളി. വെച്ചടിക്കാനുള്ള നമുക്ക്. ആ അതെ ബ്രോ ഇപ്പൊ അല്ല ഞാനൊരു ബ്രീഫ് തരാവേ. ഞാനൊരു ബ്രീഫ് തരാം. ആ ഒരു ദിവസം നമ്മൾ ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു ഗ്യാങ് GNR എന്ന് പറഞ്ഞ ഈ മഞ്ഞ ഉടുപ്പിട്ട് പോയ ഗ്യാങ് കയറി വരുന്നു. ഗ്യാങ് കയറി വന്നിട്ട് പറയുന്നു, എന്തായിരുന്നു പറഞ്ഞത് അവര്? അത് എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഡീൽ ചെയ്താ പോരെ. ഇല്ല അതെന്തായിരുന്നു അവര് കയറി വന്നിട്ട് പറഞ്ഞേ? ഈ GNR കയറി വന്നിട്ട് ആദ്യം എന്തോ പറഞ്ഞായിരുന്നു. ചന്ദ്രനെയാണോ പറഞ്ഞത്? അല്ല ആ ഈ HF-ന്റെ ഇവന്മാരുടെ ഓസി പറഞ്ഞു, ഈ ജയിൽ ചാർലി എന്ന് പറയുന്ന പ്ലെയർ ഓസി പറഞ്ഞ കാര്യം നമ്മുടെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് വന്നൊരു ദിവസം പറഞ്ഞിട്ട് പോയി. അണ്ണാ അതൊന്ന് നോക്കിക്കോണേന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ദേവക്കുട്ടി എല്ലാം ആയിട്ട് നേരെ വന്നിട്ട് മറ്റേ KOD യൂസ് ചെയ്തായിരുന്നു ഇവര്. അതൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞു. ഈ ജയിൽ ചാർലി എന്ന് പറയണവൻ. അപ്പൊ നമ്മളെ വന്ന് ഒരു ഫ്രണ്ട്ലി ഗ്യാങ്ങിനെ പോലെ ഇൻഫോം ചെയ്തിട്ട് പോയി. അടുത്ത ദിവസം അടുത്ത ദിവസം ഈ GNR തന്നെ ഉണ്ടായിരുന്ന വേറൊരു പയ്യൻ പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് പറയുവാണ്, അതെ ഉമ്മമാരാണ്, ഇവന്മാര് നമ്മളെ ഓഫ്ലൈനിൽ ഇരുന്ന് അപരാധിക്കും, മറ്റേ ഇതിനകത്തിരുന്ന് കൊട്ടയെന്ന് വിളിക്കും, ചട്ടിയെന്ന് വിളിക്കും എന്നെല്ലാം പറഞ്ഞ് ഇതാക്കി. എന്നിട്ട് അവര് കൊറേ പ്രൂഫൊക്കെ കാണിച്ച്, എന്നിട്ട് ഇവനാണ് ഈ വന്ന് പറഞ്ഞ ഒറ്റയാനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ്. ഒറ്റയാനായിട്ട് വന്നവനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ്. എടാ ഒറ്റയ്ക്ക് വന്നില്ലടാ ഒരുത്തൻ. അവനാണ് കുറ്റക്കാരെന്ന് മറ്റവര് വാദിക്കുന്നു, ഇവനാണ് കുറ്റക്കാരൻ. ഇപ്പൊ രണ്ടു കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ ബാബു നിനക്ക് മനസ്സിലാവണല്ലോടാ. GNR അറിയുന്ന ഒരുത്തനെ പറഞ്ഞു വിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് GNR അല്ല ഊമ്പന്മാരാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് നമ്മളോട് സംസാരിച്ച്. HF-ലുള്ളവനല്ലേ അണ്ടി സോറി ഒന്ന് വേറെ ആര് ഈ 1000 കോടിക്ക് ഫുൾ സെറ്റ് ആണ്. ഹലോ അങ്ങോട്ട് മെയിൻ മീറ്റിംഗ് എന്താ അല്ല ജീനാറില്ല, ആ ഓമ്പം വന്നിട്ടുണ്ടോ? തേച്ചെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞുതരാം. കോടതി മുമ്പായ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. ബ്രോ ഇതിപ്പോ നമുക്ക് നിങ്ങളിവിടെ സിറ്റിക്ക് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വിളിച്ച് തീർക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ നിങ്ങളുടെ കുറച്ച് സൈഡ് കേട്ടായിരുന്നു. നിങ്ങൾ ആദ്യം ഇതുപോലെ വന്ന് ഒരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. പെട്ടെന്ന് ഒരു ദിവസം ഇന്നലെ ഇയാള് വന്നിട്ട് ഈ മാസ്ക് വെച്ച ആള് വന്നിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞു, അത് നമ്മൾ കേട്ട് അത് കഴിഞ്ഞിട്ട് വെളിയിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങള് കേട്ടായിരുന്നു. ഇപ്പൊ ഇവൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങള് മെറ്റയടിച്ചാണ് നമ്മുടെ 1000 കോടി 1200 കോടി നിങ്ങൾ വിളിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആ ലേലം വിളിച്ച സമയത്ത് ഇവൻ ഞങ്ങൾ ക്ലബായിരുന്നു. ആ സമയത്ത് ഇവൻ ഞങ്ങൾ ക്ലബിൽ പോലും ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയും? അല്ല നിങ്ങളുടെ കൂട്ടത്തില് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്ക് 1000 കോടി പോലും എടുക്കാനില്ല. അതിനുള്ള പ്രൂഫ് നമ്മളുണ്ട്. നമ്മൾ പമ്പ് നിങ്ങൾക്ക് തരാം. സബ് ഗാങ് ആണോ നിങ്ങള്?
നിങ്ങളൊന്ന് നിർത്തും ഒന്ന് നിർത്തും. അല്ല 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 ഇവിടെ വലിയ പച്ച പമ്പ് 1000 രൂപ വിറ്റിയല്ലേ ഇപ്പൊ അടിക്കണോ അടിക്കണോ? മര്യാദക്ക് പറയുമ്പോ ഒരു സെക്കൻഡ് എനിക്ക് തരൂ. മികേഷ് ഒരു സെക്കൻഡ്. പറയൂ ബ്രോ ഇവിടെ ഇവിടെ ഒരു കാര്യം നികേന്ന് വിളിക്കാൻ പറ്റില്ല. അത് ഏബല അത് ഏബല നിങ്ങളുടെ ബാക്കപ്പ് അതാണ് ചോദിക്കണം. സബ് ഗാങ് ആണോന്ന്? അല്ല. നിങ്ങളുടെ ബാക്കപ്പ് അല്ലാന്നാ HF അല്ല നിങ്ങളിപ്പോ ബാക്കപ്പ് ചെയ്യണ നമ്മളെ HF-ലെ OG-ലെ കുറച്ച് പ്ലേയേഴ്സ് നമ്മളിൽ കളിക്കുന്നുണ്ട്. അയ്യോ ബ്രോ ഇങ്ങനെ വിൽക്കല്ല ബ്രോ. HF-ലായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ലല്ലോ അപ്പൊ. HF-ലെ കുറച്ച് പ്ലേയേഴ്സ് നമ്മളിൽ കളിക്കുന്നുണ്ട്. അതായത് HF-ൽ ഇപ്പൊ കളിക്കാത്ത കുറച്ച് പ്ലേസാ നിങ്ങൾ അപ്പുറത്തെ സിറ്റിയിലൊക്കെ ഏത് ഗ്യാങ്ങിനെ കളിക്കണത് അതൊന്ന് പറയോ? സിറ്റിയില് ഈ വാളയാർ ഈ ജയിൽ ചാർലി ഇവരൊക്കെ പ്ലേസ് അല്ലേ? ജയിൽ ചാർലി ഒന്നും നമ്മളെ കൂടെ ഉള്ള അല്ല ബ്രോ. ജയിൽ ചാർലിയെ പറ്റി പറയാൻ പറ്റില്ല. അവ ഒരു ഞാൻ വലിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വാളയാർ പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളാണ് അവനെതിരെ വലിക്കല്ലേ അവനെ നമ്മൾ ഗ്യാങ്ങിൽ കൊണ്ടുപോകാൻ നിക്കാന്ന് പറഞ്ഞത്. GNR-ൽ കയറ്റാൻ നിക്കാന്ന് അന്റെ പറഞ്ഞില്ലേ? GNR-ൽ അവനെ കയറ്റാൻ പറഞ്ഞോ. മറുപടി കൊടുക്കും ബ്രോ, മറുപടി ആര് മിനാട്ടിന് ഒരു കാര്യം, നീ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായിട്ടുണ്ടോ? നീ പറയുന്നതിൽ നിങ്ങൾ പറയുന്നതിൽ എന്ത് പ്രൂഫുള്ള അതൊന്ന് പറയും. നമ്മൾ പറയുന്നതിൽ നമ്മൾ പ്രൂഫ് ഉണ്ട്. അത് പറയാൻ നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മൾ DC പോയിട്ട് എല്ലാ കുറെ പ്രൂഫ് കാണിച്ചു കൊടുത്താ. ഈ പെട്രോൾ പമ്പ് വിളിച്ചത് നിങ്ങളല്ലേ? പെട്രോൾ പമ്പ് വിളിച്ചത് നിങ്ങളല്ലേ? സിറ്റിയില് നിങ്ങൾ മാത്രമേ TV വിളിച്ചപ്പോ തിരിച്ചു വിളിച്ചോളൂ. അല്ല, നമ്മൾ ഒറ്റക്കല്ല വിളിച്ചേ. നമ്മളും SKS-ൽ ഉണ്ടായിരുന്ന പാബ്ലോയോടും കൂടി ചേർന്നിട്ടാണ് ഒരുമിച്ചാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സമ്മതിച്ചു 1000 കോടി വരെ. നമ്മള് വിളിച്ച് അല്ല നമ്മള് കൃത്യമല്ല വിളിച്ചത്. നമ്മള് ടോട്ടൽ ഞങ്ങളുടെ എല്ലാം കണക്ട് ചെയ്തിട്ട് 1250 കോടി ഉണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ വിളിച്ച്. ബ്രോ അതാണ് പറയണത്. ഇവര് കൃത്യം എത്ര കാശിനെ വിളിക്കുമെന്ന് മെറ്റടിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൃത്യ കാശിനെ വിളിച്ചു. അല്ല അതെങ്ങനെ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നു സമയത്ത് കടം മേടിച്ചതാ. ഇപ്പോഴും നമ്മളെ മെറ്റടിച്ച് നോക്കും. ഇപ്പോഴും അതിന്റെ കടം വീട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ 1000 കോടിയുടെ ഇഷ്യൂ ആണ് പ്രശ്നം. ഒരു കാര്യം 500 കോടി നമുക്ക് തന്നാൽ നമ്മളത് മറക്ക റെഡിയാണെന്ന് പറയാൻ മള്ളി. നമ്മൾ കടം തീർക്കുമല്ലോ. നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഈ കഴിഞ്ഞ സിറ്റുവേഷൻ ഇറങ്ങിപ്പോയ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ അവരാദ്യ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലേ? അവരിറങ്ങിപ്പോയ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ അവരാദ്യത്തിൽ നീയും ഉണ്ടായിരുന്നില്ലേ? ആ റേഡിയോ കയറി പറഞ്ഞത് എന്ത് അമ്പ കളിച്ചെന്നു നീ പറയുന്നേ? വെരി ബാഡ്. ആൾക്കാരാണോ ഇപ്പൊ? നമ്മൾ ലേട്ട് പറഞ്ഞു ഞങ്ങളടുത്ത് സിറ്റിസൺ റോബറി അടിക്കണ്ട. അപ്പൊ ഇവനത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പൊ ഇവൻ ഇറങ്ങാന്ന് പറഞ്ഞു. സിറ്റീസ് റോബറി അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഗ്യാങ്ങിന്ന് ഇറങ്ങോ? ഇന്നലെ കോൾ വിളിച്ചപ്പോ നീ അതാ പറഞ്ഞേ. എന്തെങ്കിലും പറയണ്ട. അല്ലാണ്ട് ഈ HF-ത്തുള്ളവരെ കൂടെ കളിച്ചാൽ എനിക്ക് കൂടി ചീത്തപ്പേര് വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടാണ് 2 മാസം നീ കളിച്ചേ. അല്ല അപ്പൊ HF-ന്റെ പ്ലേസ് ഉണ്ടായിരുന്നില്ല. HF-ന്റെ പ്ലേസ് നമ്മൾ തുടങ്ങിയത് മുതലേ HF-ല് OG കുറച്ച് 2-3 പ്ലേസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു HF-ൽ? ആരുണ്ടായിരുന്നു എന്ന് പറയോ? പറഞ്ഞുതരാം. പറയും മുള്ളി. അങ്ങനെ HF-ലെ പ്ലെയർ ഉണ്ടെങ്കിൽ പിന്നെ അവൻ ഗ്യാങ്ങിൽ ഇറങ്ങണം, ഞാൻ ഈ ഗ്യാങ്ങിൽ ഇറങ്ങണല്ലോ. മൊത്തം ഗ്യാങ്ങിലെ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ. അത് ശരിയല്ലേ? പിന്നെ ഞാൻ ഇറങ്ങണ്ടേ? ഇതൊക്കെ വെറുതെ ന്യായമില്ലാത്ത കാര്യമാണ്. എടുത്തിട്ടില്ല ഇതുവരെ. അത്രയ്ക്ക് ഗതികേട് പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ മള്ളി. ജയിൽ ചാർലിനെ അടിക്കാം. പ്രശ്നം കഴിയട്ടെ. സംസാരിക്കാണെങ്കിൽ 3 ദിവസം സംസാരിക്കും. എത്ര പേരാ? 10 പേരാ? 20 പേരാ? അടിച്ചേർക്കല്ലോ. അതല്ല ഞാൻ പറയണ, നിങ്ങൾ കാര്യം സംസാരിച്ച് ഇതാക്കല്ല. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൂടെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരിപ്പൊ തന്നെ ഇവിടെ കള്ളം പറയാണ്. ഈ നീ ഇന്നലെ എന്തുവാ പറഞ്ഞേ? ഇവിടെ വന്നിട്ട് എന്തുവാ പറഞ്ഞേ? നിനക്കല്ല അറിയാം. എന്റെ അടുത്ത് ചോദിക്കണ
ആരെങ്കിലും ഒന്ന് പറ. ആരെങ്കിലൊക്കെ ഒന്ന് പറയൂ. നമ്മള് പറയേണ്ടി വരും. ഞാൻ പറയാം ഓസിയാണേ അതായത് ഇവൻ പറഞ്ഞാല് ഞങ്ങൾ ടിവിനെ പറ്റി അല്ലെ ടിവിയിലുള്ളവരെ പറ്റി VC-യിലിരുന്നു അവരതും പറഞ്ഞതാണ് ഇവ ഇന്നലെ വന്ന് പറഞ്ഞേ. VC-യിൽ പോലും വരാത്തവനാണ് ഈ പറഞ്ഞത്. അതിന്റെ എന്തെങ്കിലും പ്രൂഫ് നിന്റെയിലുണ്ടോ? അതിന്റെ ഒരു പ്രൂഫ് നിന്റെയിലുണ്ടോ? നമ്മൾ HF കളിച്ചവരല്ല, നമ്മള് പുതിയ ഗ്യാങ് തുടങ്ങിയതാ. ഞാൻ കാര്യം പറയട്ടെ, നമ്മളില്ല പകുതി മുക്കാൽ പ്ലേയേഴ്സും HF കളിച്ചവരല്ല, ഒക്കെ സിറ്റിസൺസ് ആയ പുതിയ പ്ലേയേഴ്സ് ആണ്. HF-ന് എത്ര പേര് നമ്മളിലുണ്ട്? HF എക്സലൻസ് കളിച്ച ഒരാൾ നമ്മളെ ഗ്യാങ്ങിലില്ല. ഞാൻ ചോദിക്കണുള്ളൂ ഈ ഫൈല് അപ്പൊ സിയോണിലും ബാക്കിയുള്ള സിറ്റിയിലൊക്കെ കളിച്ചവരുണ്ടെന്നാണ് പണ്ട് കളിച്ച കുറച്ച് പേര് നമ്മളിലുണ്ട്. അതെന്റെ ബ്രോ, അത്ര ഞാനും പറഞ്ഞോളൂ, നിങ്ങൾ തന്നെ പറയേണ്ട കാര്യങ്ങള്. അതാണോ നിന്റെ പ്രശ്നം? HF നമ്മളിൽ കളിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരുടെ എല്ലാവർക്കും മനസ്സിലായി. അത് ഞങ്ങൾ HF മെമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ്, പ്രശ്നമുള്ളത് കൊണ്ടാണ് വിളിച്ചത്. അതോ ഇവൻ എന്ത് പറഞ്ഞോണ്ട് നമ്മളെ വിളിച്ചു? അയ്യോ നമുക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ HF പ്ലേസ് എടുക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അത് വിട്. ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങളുടെ ആൾക്കാർ നമ്മുടെ ഗ്യാങ് ഹൗസിനകത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി, അത് തുടങ്ങി കഴിഞ്ഞപ്പോ ഉടനെ നിങ്ങൾ അമ്പി കളിക്കുകയാണെന്ന് പറഞ്ഞ് ഇവൻ വന്ന് സംസാരിച്ച് അതിന്റെ ബാക്കിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോണത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രൂഫ് ഉണ്ട്. അതായത് ആദ്യം വന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു സംസാരം ഉണ്ടായി നിങ്ങളെ ഡ്രാഗ് ചെയ്തേ, ആ സംസാരം ഞങ്ങൾ പ്രൂഫ് ഉണ്ട്. പക്ഷെ ഇവൻ വന്ന് നിങ്ങളിൽ പറഞ്ഞാൽ ഇവന്റെ പ്രൂഫ് ഇല്ല. ഞാൻ പറയണേക്ക് ഈ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയണവന്മാര് HF, ഈ റേഡിയോയിൽ നിന്ന് പറഞ്ഞവനും HF, ഇവര് മൊത്തം HF ആണ്. ഞാൻ പറഞ്ഞോണ്ടിരിക്കാ, നീയൊക്കെ പറയുമ്പോ ഞാൻ മിണ്ടാട്ടുന്നില്ലേ? ഞാൻ ഇത്ര നാള് HF-ൽ നിന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങളുടെ ഈ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ ഈ കഴിഞ്ഞ നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായില്ലേ, റേഡിയോയില് പറഞ്ഞവരാണ് ഇപ്പൊ GNR പേര് വന്നിട്ട് ഈ പേര് മോശം കളയാൻ വേണ്ടിട്ട് ഈ HF-ലുള്ളവരെ ജയിൽ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് മറ്റേ വേട് വെച്ച് അബ്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അമ്പി കളിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. അല്ല ഈ കഥ എത്ര റെട്ടി അത് പറഞ്ഞേ. നീ എന്തൊക്കെയാടാ പറഞ്ഞത്? നീ എപ്പോഴാ ഗ്യാങ് ചെയ്തിട്ടുള്ളത്? നീ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട്? എനിക്ക് ചോദിക്കാനുള്ളത്, ജയിൽ ചാർലി വന്നിട്ടുണ്ടോ? ജയിൽ ചാർലി വന്നിട്ടുണ്ടോ? ഇല്ലേലും ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, HF-നെ കളിപ്പിക്കണോ ആരെ കളിപ്പിക്കണോന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ, നീ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി, നീ പുതിയൊരു ഗ്യാങ്ങിലോട്ട് പോകുന്നു, അത് മനസ്സമാധാനത്തോട്ട് പോട്ടെ. ഇവരുടെ വഴിക്ക് പോകണം. നമുക്കൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന സാധനം സിറ്റിയിൽ ഇല്ല. നമുക്ക് ആരും ബിൽഡ് ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് വെറുതെ വഴിയെ പോണ ആൾക്കാരടുത്ത് ഞങ്ങൾക്ക് അടിക്കുകയും വേണ്ട. GNR നമ്മളിപ്പോ നിങ്ങൾ തുടങ്ങുന്നത് നല്ലൊരു ഗ്യാങ്ങായി ഫോം ആയിട്ട് വരട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോട്ടെ. നീ ഇപ്പൊ പുതിയൊരു ഗ്യാങ്ങിനകത്ത് കയറുന്നു, നീ ആ വഴിക്ക് പോട്ടെ. നമുക്ക് അങ്ങനെ സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണാം. ഇതിന്റെ പേരിൽ നിങ്ങൾ തുടക്ക സമയത്ത് തന്നെ ഒരു അടി വഴക്കുവാണെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങി ഇവരുടെ അടി ഉണ്ടാവേണ്ടി വരും. നീ പോകുമ്പോ അത് കഴിയുമ്പോൾ ഇവര് വന്ന് നീ ഇപ്പൊ കയറാൻ പോണ ഗ്യാങ്ങുമായിട്ട് അടിയാവും. അത് ആകെ മൊത്തത്തിൽ വൾക്കറാവും. അതിലും ഭേദം ഇതല്ലേ. ഇവന് ഞങ്ങൾ ഗ്യാങ് ഇറങ്ങുന്നോ വേറെ ഗ്യാങ് കയറുന്നോ നമുക്ക് പ്രശ്നമില്ല. ഇവന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇവൻ വെറുതെ നമ്മളെ കുറിച്ച് അവരാന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഇല്ലാത്തത് ഞാൻ ഒരു ഐഡിയ പറയാം. നിങ്ങള് ആ ജയിൽ ചാർലിയെ പിടിച്ചടിക്കണം. അവ ഏത് ഗ്യാങ്ങിലാണ്? ഇന്നലെ ഗ്യാങ്ങിലായിരുന്നു.
അവനൊരു വട്ടം അടിച്ചതാ. എന്നിട്ടാണ് അവൻ റേഡിയോയിൽ വന്നിട്ട് അന്ന് നമ്മളോട് സംസാരിച്ചപ്പോ ടിവിനെ ട്രാക്ക് ചെയ്തേ. അതാണ് ഞങ്ങൾ അന്ന് നിങ്ങൾക്ക് വന്ന് പറഞ്ഞത്. ഞങ്ങളുടെ സിറ്റുവേഷനില് ഒരു കാര്യം ചോദിക്കട്ടെ, അടിക്കാൻ വന്നപ്പോ ഞാൻ ഇറങ്ങി വന്നല്ലേടാ അതിന്റെ കൂടെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? പാലിക്കണം രണ്ടുപേരും. ഹലോ 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 ഒന്ന് മിണ്ടായിരിക്കോ മിണ്ടായിരിക്കോ. കളിക്കണേന്ന് പറയാൻ മാത്രമേ വന്നോളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. എത്ര മെമ്പേഴ്സ് ഉണ്ട് നീ പറ. അല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വാസുവിന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും പറയാൻ വന്നില്ല. നിങ്ങളുടെ പ്രശ്നം പറയണ എടാ നമുക്കിത് സോൾവ് ചെയ്യാനാ വിളിച്ചത്. ഇത് പോട്ടെ ഈ കാര്യം അറിയിക്കണം. ഞാൻ ഒന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. അല്ലാതെ നിങ്ങളായിട്ടൊന്നും പറയാനൊന്നല്ല. ബ്രോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ക്ലിയർ പ്രൂഫ് വെച്ചിട്ടുണ്ട്. ഇവന്റെ ഒറ്റ പ്രൂഫ് ഇല്ല. അത് എല്ലാരും കൂടെ സംസാരിക്കില്ല. എല്ലാരും കൂടെ സംസാരിക്കില്ല. ഹലോ ഒരാൾ സംസാരിക്കും. ഒരാൾ അറിഞ്ഞൂടെ അവര് സംസാരിക്കട്ടെ. ബ്രോ അപ്പൊ നമ്മൾ എന്താണോ പറഞ്ഞത്, നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് തന്നില്ല. അത് ഇവൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്കും പ്രൂഫ് എല്ലാ കാര്യവും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്ത നമ്മുടെ കയ്യിൽ ഹേറ്റ് വരേണ്ട ആ ഒരു സംഭവം. കാര്യം ഇവൻ വെറുതെ വന്ന് വായത്തോന്നി വന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആയിക്കോട്ടെ ഒരു മിനിറ്റ്. അതിപ്പോ ഒരു അബ്യൂസ് ആയിട്ടാ കണക്കാക്കണം. ഇവ HFP കളിച്ചവരാണ്. ഇവൻ അത്രയും ആകട്ടെ പരിപാടി വെച്ചിട്ടുള്ള ഇവ HFP കളിച്ചവരാണെന്ന് നമ്മള് പറയട്ടെ. നീ മിണ്ടാതിരിക്കേ. ഞാൻ 4 വർഷം HFP കളിച്ചാണ്. ഓക്കെ, അവർ കളിച്ചിട്ടുണ്ട്, വെടിവെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത് പറയാൻ അറിയില്ല. ഞാൻ ഇപ്പൊ GNR കളിക്കണേ. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാങ് ഇറങ്ങി ഒരു ഗ്യാങ് കയറി മറ്റേ ആ ഗ്യാങ്ങിനെ ഇത് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഓക്കെ, ഞാൻ HFP കളിച്ചത് എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പേര് റാംബോ. ഞാൻ ഇത്രയും കാലം HFലാണ് കളിച്ചത്. നീ എന്നെ വിളിച്ചിട്ടില്ല സിറ്റീസ് റോബറി അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു HFന്റെ കൂടെ കളിക്കുന്നതിന്. ഇല്ലേ റോബറിക്ക് വിളിച്ചിട്ടില്ല. അളിയെ എന്നെ നീ വിളിച്ചിട്ടുണ്ടോ? സിറ്റീസ് റോബറിക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അമ്പി കളിക്കല്ലേ. എനിക്ക് കാര്യം പറയാം. സിറ്റീസ് റോബറി ചെയ്യാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു ബ്രോ, നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവന്റെ മെയിനായി പ്രശ്നമാണ്. നമ്മൾ ലാസ്റ്റ് റെയിൻബോനെ വിളിച്ചപ്പോ ഇവൻ VC വന്ന് നമ്മൾ എന്താ കാര്യം ചോദിച്ചപ്പോ ഇവൻ ഡയലോഗ് അടിച്ചു. ബ്രോ നിങ്ങളെ കൂൾ ഡൗൺ കൊടുത്തില്ല. അവനെ കൂൾ ഡൗൺ കൊടുത്ത അവനെ ഏതെങ്കിലും ഗാംഗിൽ പറഞ്ഞു വിടാൻ അവൻ പോയി കളിക്കട്ടെ. ചിലപ്പോ അതിന്റെ അതിന്റെ ഫസ്റ്റ് മാത്രമാണ് ബ്രോ. അതിന്റെ ഫസ്റ്റ് അതുപോലെ നമ്മുടെ ഓരോ മെമ്പേഴ്സും കയറി തെളിവിച്ചാണ്. ഇത്രയും സിറ്റുവേഷൻ ഉണ്ടാക്കി ഇവൻ നേരെ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മളൊന്ന് സംസാരിക്കും. അഡ്മിൻ ഇത് മറ്റിയാണ്. അഡ്മിൻ മറ്റിയാണത്. ടിക്കറ്റ് കളിക്കും. നമുക്കാണ് ഓസി ടോക്ക് വന്നത്. ഓസി ടോക്ക് വന്നത് നമുക്കാണ്. ഇനി സംസാരിച്ച കൊണ്ടുപോയി. ഇത് പുതിയ അടിക്കാൻ പറ്റിയത് സ്ഥലമായി മാറിയിട്ടത്. നീല എല്ലാരും പറഞ്ഞിട്ട് ഗേറ്റ് ഇറക്കി വിടുന്നത്.
ബാബുസെറ്റ് റാംബോ ഞാൻ പറഞ്ഞു ഒബ്ജക്ഷൻ ചെയ്യാറോ പെട്ടെന്ന് എല്ലാവരും പുറത്തേക്ക് ഗേറ്റിലേക്ക്